രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയൻ്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണരുവാനും കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരുവാനും സഹായിച്ചല്ലോ. രാത്രികാലം മുഴുവൻ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പാ, ഈ നല്ല പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന വെച്ച് പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ പാദപീഠത്തിൽ സമർപ്പിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലപ്പാ. അങ്ങയുടെ വലിയ സാന്നിധ്യവും അനുഗ്രഹവും അടിയങ്ങൾക്ക് വേണമപ്പാ. അവിടുന്ന് ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലെ ജോലിയിലെ വിശ്രമവേളകളിലൊക്കെയും തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ട് ഇന്നുവരെയും ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. അഥവാ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. അവരുടെ ജോലി ഏൽപ്പിക്കട്ടെ. കുടുംബജീവിതത്തിലായിരിക്കുന്നവരെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ഭവനം പരിസരം ഏൽപ്പിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ സമർപ്പിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും അപ്പച്ചൻ്റെ പൊന്നുപര പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. അവിടുന്ന് ഞങ്ങളെ നിയന്ത്രിച്ച് നടത്തുമാറാകണം. അവിടുത്തെ ആലോചനയിൽ ഞങ്ങളെ നടത്തുമാറാകണം. അങ്ങയുടെ കരം ഞങ്ങളെ ചാർത്ത് പിടിക്കണം. എൻ്റെ കർത്താവ് നല്ലവനും വലിയവനുമായി കൂടെ നിന്നുവരെ സഹായിച്ചെങ്കിൽ പിന്നെ നടത്തുവാൻ സർവശക്തനാകയാൽ ബലമുള്ള കരങ്ങളെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. ശരീരാത്മതയിലെ ബലപ്പെടുത്തണേ. എല്ലാ സൗഖ്യത്തിൽ സൂക്ഷിക്കണമേ. ആവശ്യമറിഞ്ഞ് കരുതണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ ഭാവി ഭദ്രമാകണം. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം ശ്രേഷ്ഠകരമാകണം. ജയത്തോടെ അവരെ നടത്തുമാറാകണം. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. ശത്രുവായനവരെ കാണല്ലേ. ദുഷ്ട പിശാചവരെ തുടരുതേ. കർത്താവെ, നിൻ്റെ കരുണയുടെ കരവരെ ചാർത്ത് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. നാടും വീടും വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന മാതാപിതാക്കളെ വിട്ട് വിദുരിതകളിൽ ആയിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ കരവലയത്തിനുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിയുമാറാകണം. ശത്രുവും ദുഷ്ടപിശാചുവരെ കാണാതൊണ്ണം രക്തക്കോട്ടകളെ മറയ്ക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, കർത്താവെ, നീറ്റ് പരീക്ഷയ്ക്കും പ്രൊമറ്റ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കളെ എല്ലാം സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ജയം കൊടുത്ത് അനുഗ്രഹിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കൾ, ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മക്കളെ ഒക്കെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. വഴിവാതിൽ തുറന്നു കൊടുക്കണേ. തടസ്സം മുടക്കം മാറ്റണമേ. ശ്രേഷ്ഠമായ നിലവാരത്തിൽ സ്വർഗത്തിലെ അപ്പച്ചൻ അവരെ കൊണ്ട് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വർഗീയ നന്മകളാലും ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സന്തോഷത്തോടെ വസിപ്പാൻ ഇടയാക്കണമേ. അതിനുള്ള മുഖാന്തരം ഒരുക്കണമേ. ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിന് വഴിവാതിൽ സ്വർഗം തുറക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അലിയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ആരോഗ്യത്തിലും കൃപയിലും ജോലിക്കാര്യങ്ങളെ ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ സഹായിച്ചാട്ട് കർത്താവെ. എല്ലാ മക്കളുടെയും പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും ഒക്കെ കൂടിയിരുന്നവരെ സഹായിക്കണമേ. ആപത്തടത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഈ സമയം ഓർക്കുകയാണ്. അവരുടെ എല്ലാ വഴികളിലും കൂടിയിരിക്കണം. ആപത്തനത്തിൽ നിന്ന് വിടുവിക്കണം. സമാധാനത്തിൽ സന്തോഷത്തിൽ യാത്ര ചെയ്ത് നിശ്ചിതസ്ഥാനത്ത് എത്തിച്ചേരാൻ ഇടയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട്.
പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസം തികയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകിയവരെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാത്ത തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിച്ചാട്ട് കർത്താവെ. ദൈവമായ കർത്താവെ, കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ സർവ്വശക്തൻ എൻ്റെ അപ്പച്ചന ബലമുള്ള കരങ്ങളെ സമർപ്പിക്കട്ടെ. കർത്താവെ, ഭവനമില്ലാത്ത മക്കളുണ്ട്, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട്, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. എന്നിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. അപ്പച്ചൻ തൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടുന്നത് കരുതി ഒരുക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാടക ഭവനമൊക്കെ ഒന്നൊഴിഞ്ഞ് സ്വന്തമായ ഭവനത്തിലൊന്ന് തലയായിപ്പാൻ എൻ്റെ മക്കളെ സഹായിച്ചാട്ട് കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവെ, ഈ സമയം മധ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. മാനസാന്തരത്തിനാണ്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നുണ്ട്. സ്വർഗ്ഗം വരെ അനുഗ്രഹിക്കണം, എല്ലാ ഐശ്വര്യങ്ങളിലും സൗഖ്യത്തിലും നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ ചില നീറുന്ന പ്രാർത്ഥനാ വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിൻ്റെ മേലും തീർപ്പ് കൽപ്പിക്കാൻ സ്വർഗം മതിയായവനാകിയാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഈ ആണ്ട് തീരുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം. ദൈവം, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളെ വസിക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെയും അയൽകുടുംബങ്ങളെയും അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ, ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണേ, സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. സ്തോത്രം കർത്താവേ. ഈ സമയം ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്ന നാഥ, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും വിശ്രമിക്കുന്നവരുണ്ട്, ഐസിയുലും സിസിയുലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. എൻ്റെ കർത്താവെ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, കർത്താവെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, മൊഴിയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന മക്കൾ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയും കൂടെ ഉള്ള മക്കൾ, കർത്താവെ, അപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ള മക്കൾ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവർ, കർത്താവെ, സ്തോത്രം സ്തോത്രം. ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, കർത്താവെ, തുമ്മലിൻ്റെ ഹല്ലിൽ അതികഠിനമായ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരെ എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്ന നാഥ, സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ദൈവമാ, സൗഖ്യമാക്കുന്ന ദൈവം നീ മാത്രമാ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളുടെ ഓരോ രോഗികളുടെ മേലും ആ കരമൊന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾക്ക് നല്ല ഉറക്കവും ആശ്വാസവും കൊടുക്കണമേ കർത്താവേ. ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുള്ളവർക്ക് സൗഖ്യം കൊടുക്കണമേ അപ്പാ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുള്ളവരെ സുഖപ്പെടുത്തണമേ കർത്താവേ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള മക്കൾക്ക് പരിപൂർണ്ണ സൗഖ്യം കൊടുക്കണമേ അപ്പാ. പല ടെസ്റ്റുകൾക്ക് വിധേയപ്പെടേണ്ട പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ, എല്ലാം നോർമലാക്കി നൽകുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ചുമയാല, പനിയാല, കഫക്കെട്ടുകളാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. ആസ്മ രോഗികളും തൈറോയിഡുള്ളവരും ഉണ്ട് കർത്താവേ. അലർജിയും ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. നിൻ്റെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ എൻ്റെ അപ്പച്ചനാ. കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി ഒരു തുള്ളി രക്തം മതി, ഞങ്ങളുടെ സകല രോഗത്തിനും സൗഖ്യം ലഭിക്കുമല്ലോ. അത് ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുമല്ലോ. ആ കാൽവറി ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തിൻ്റെ മുദ്ര കാണുമ്പോൾ ശത്രുവായവൻ അലറിയോടുവെന്നോർത്ത വചനമാ കർത്താവേ. ആമനടിയങ്ങളെല്ലാം അവിടുന്ന് സംരക്ഷിക്കുമാറാകണം. കാൽവറി ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അന്ത്യം വരെയും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന മക്കളായി തീരുവാൻ ഹല്ലേലൂയ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എല്ലാവരെയും സൂക്ഷിക്കുമാറാകണം. ശത്രുവാരെയും കാണല്ലേ, ദുഷ്ടപിശാചാരെയും തുടരുതേ കർത്താവേ. നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം അപ്പച്ചൻ്റെ പക്കല. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സമാധാനത്തോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അനർത്ഥത്തിൽ നിന്ന് ആപത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. എല്ലാ വാഹനങ്ങളെയും രക്തക്കോട്ടകളെയും മറയ്ക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.